എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ ഒന്നും പറച്ചില്ലല്ലാണ്ട് പുതിയ വീഡിയോ ആയിട്ട് നടക്കണില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എന്നീ അത്താഴം അല്ലെങ്കിൽ ഓരോ കടകൾ പരിചയപ്പെടുത്തല്, ഓരോ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തല്, സ്വന്തം പൈസ കൊണ്ട് മേടിച്ചിട്ട് നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടാകുന്ന സ്വന്തം പൈസ കൊണ്ട് മേടിച്ചിട്ട് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയായിട്ട്, അല്ലാണ്ട് ഇത് പ്രൊമോഷൻ ഒന്നുമല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമുക്ക് ആകെ മണ്ടത്തരം പറ്റിയത് കുറച്ച് പാത്രങ്ങൾ കൊടുത്ത് മേടിച്ചതിൽ മാത്രം നമുക്ക് മണ്ടത്തരം പറ്റിയിട്ടുള്ളത്. അതുള്ള കാര്യം തുറന്നു പറയാമെന്ന് മാത്രം. പിന്നെ ഇന്ന് നമുക്ക് ഡിന്നറാണ്. ഡിന്നറിന് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല മട്ടരിയുടെ ചോറും ബീട്രൂട്ട് പപ്പടം, വെള്ളക്കടല ഉപ്പേരി അല്ല കറി, വെള്ളക്കടല കറി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പേട അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഒന്ന്. പേട, അതെ, നമ്മുടെ റോസ് ബേക്കറിയിൽ നിന്ന് വരുന്ന വഴിക്ക് മേടിച്ചതാണ്. ഈ പേടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുമെന്നുണ്ടല്ലോ, അതുണ്ടായതിൻ്റെ ഒരു പ്രതീകമാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കും. അതെ, എൻ്റെ മൂത്ത മകൾ ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ്. ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യലാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുക നമുക്കൊരു കുട്ടി ഉണ്ടാവുമ്പോഴാണ്. നമ്മളെ അറിയപ്പെടുക. എൻ്റെ കൂട്ടുകാരൻ അജൂമാണ് പണ്ട് പറയാം. അജൂം പറയും, എടാ നമ്മളറിയപ്പെടുന്നത് നമ്മുടെ മക്കളിലൂടെയാവും ചിലപ്പോൾ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനപ്പോൾ എങ്ങനെയാ പറയാന്ന് വെച്ചില്ലേ, ഞാനിപ്പോൾ ആ അജൂമിൻ്റെ വാക്കുകൾ കേട്ടാൽ പിന്നെ ഞാൻ നാട്ടിൽ വല്ലവരും എന്നോട് നീ എവിടത്തെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ മോഹനേട്ടൻ്റെ രണ്ടാമത്തെ ചെക്കനാ എന്ന് പറയും. എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്കത് ശരിക്കും ഫീൽ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറയാറ്. ആര് എന്നോട് ചോദിച്ചാലും, എന്നെ അറിയാത്ത എന്നോട് ചോദിച്ചാലും ഞാൻ പറയും മോഹനേട്ടൻ്റെ രണ്ടാമത്തോനെ ഞാൻ. കരുമത്തില്ല മോഹനേട്ടൻ്റെ രണ്ടാമത്തെ അങ്ങനെ കറക്റ്റായിട്ടാണ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേക്ക് എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുക നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ബർത്ത്ഡേ ആയിരിക്കും. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് ബർത്ത്ഡേ വിഷസ്. അപ്പോൾ പിന്നെ വേറെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ മക്കൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. എനിക്ക് എൻ്റെ മക്കൾ ശ്രീലക്ഷ്മിയിലും എൻ്റെ ശ്രീതുയിലും ഒരേപോലെയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളോട് വിവേചനം കാണിക്കരുത്. അതിപ്പോൾ മൂത്തതാണോ, ചിലർക്ക് മൂത്ത മക്കളോടായിരിക്കും സ്നേഹം, ചിലർക്ക് താഴെയുള്ള മക്കളോടായിരിക്കും. താഴെയുള്ള കുട്ടികൾ ഇവിടെ ആയിരിക്കും ചിലർക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് മൂത്തവർക്കും താഴെയുള്ള ആൾക്കാരും. അപ്പോൾ ഇത് എന്തുണ്ടാവുമെന്നറിയും, ഈ മൂത്ത കുട്ടികളും താഴെയുള്ള കുട്ടികളും തമ്മിൽ നിന്നോടാ സ്നേഹം അച്ഛനമ്മയ്ക്കും എന്ന് പറയും മൂത്തവര്. താഴെയുള്ളവർ പറയും നിന്നോടാ സ്നേഹം. രണ്ടും കണക്കാ. ചിലപ്പോൾ അച്ഛനമ്മയും അവസരത്തിനൊത്ത് രണ്ട് മക്കളെയും മാറി മാറി സ്നേഹിച്ചിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം, രണ്ട് മക്കളും ഒരേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. അതേപോലെ നമ്മൾ ഡീൽ ചെയ്ത ഒരു പ്രശ്നമില്ല. രണ്ടുപേർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. നിന്റെ മാത്രം അച്ഛനമ്മയും എൻ്റെ മാത്രം അച്ഛനമ്മയും എന്നൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ മക്കളായിരിക്കും. നമ്മുടെ മക്കളെ 2 പേരായാലും 3 പേരായാലും 4 പേരായാലും മക്കളെല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിക്കുക. അപ്പോൾ ഭാര്യ അവിടെ നിന്ന് നോക്കുന്നത് മൈക്ക് ഓണല്ലേ എന്നാണ് നോക്കുന്നത്. അതെ, ഓണാണ്. നീരലേക്ക് എത്തണ്ടേ, ഓണാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ്. ശ്രീലക്ഷ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ശ്രീലക്ഷ്മി. ഇന്ന് 16/6/2024 2013. 2013 അതാണ് എൻ്റെ ശ്രീലക്ഷ്മിയുടെ 14. ഇതിന് വേറെ രഹസ്യം കേട്ടോ. എൻ്റെ എൻഗേജ്മെന്റ് ഈ ദിവസമായിരുന്നു. ഏത് 2012 എൻ്റെ എൻഗേജ്മെന്റ്. 16/6/2012. ആ ദിവസമാണ് എൻ്റെ ശ്രീലക്ഷ്മി ജനിച്ചത്, 2 കൊല്ലത്തിനപ്പുറം. അപ്പോൾ പപ്പടം പൊടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പിന്നെ നമ്മൾ ജിമ്മും കാര്യങ്ങളൊന്നും ഉള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഡയറ്റ് നോക്കിയിട്ടൊന്നല്ല ജീവിക്കുന്നത്. നമ്മൾ എത്ര കാലം ഭക്ഷണം കഴിക്കും അത്രത്തോളം കാലം നന്നായി ജീവിക്കുക. അത്രയാണ്. കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കാരണമാണ് ഈ എണ്ണയുള്ള പപ്പടം, പക്ഷെ നല്ല വെളിച്ചെണ്ണയിലുള്ള പപ്പടമാണ് നമ്മൾ കഴിക്കുന്നത്. ആ കാര്യത്തിൽ 1 കോടി രൂപ വരെ
1 കോടി 2 കോടി നമ്മുടെ രാജേന്ദ്രൻ സാർ, നമ്മുടെ പാഡി ഫാർമേഴ്സ് അസോസിയേഷൻ്റെ ഇത് പറയുള്ള സൂപ്പർ മാർക്കറ്റിൻ്റെ CEO രാജേന്ദ്രൻ സാർ പറഞ്ഞ പോലെ ആൾ 2 കോടിയൊന്നുമുണ്ട്. വെളിച്ചെണ്ണയിൽ മായ ഉണ്ടെങ്കിൽ തെളിയിച്ച് കഴിഞ്ഞാൽ 2 കോടി കൊടുക്കുന്ന പരസ്യമായിട്ടുള്ളവർ. അപ്പോൾ അത്രയും പെർഫെക്ഷനാണ് ആ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ സാധനങ്ങൾക്ക് പറഞ്ഞത്. വെളിച്ചെണ്ണയിൽ കഴിച്ച സാധനത്തിന് ഒരു കൊളസ്ട്രോളും വരില്ല എനിക്ക് തോന്നില്ല. ഞാൻ പണ്ടത്തെ കാരണന്മാരൊക്കെ അത് കഴിച്ചിട്ട് ഞാൻ ഇത്ര കാലം ജീവിച്ചത്, അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ കാറില്ല പേട പണ്ട് കാലത്തൊക്കെ പേട എന്ന് പറയുന്ന സംഭവം കിട്ടുമ്പോൾ ഞാൻ ഈ ശ്രീകൃഷ്ണ സീറ്റോസ് തുറന്ന് നമ്മുടെ ജോസ് ജംഗ്ഷനിൽ, അതായത് നമ്മുടെ എന്താ പറയുക ഇപ്പോഴത്തെ ട്രെൻഡ്സിൻ്റെ ഒക്കെ അവിടെ ഇത് ശ്രീകൃഷ്ണ സീറ്റോസ് തുടങ്ങിയപ്പോൾ അവിടെ നിന്നൊരു പേട മേടിച്ചിട്ടുണ്ട്. പേടയുടെ സ്മെല്ലും ആ ടേസ്റ്റും ഉണ്ടല്ലോ, പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ ഇത് നമ്മുടെ പറപ്പൂര് റോസ് ബേക്കറി നട്ടാ. ഞാൻ അത്ര വലിയ ടേസ്റ്റ് ഒന്നും പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ. അത്രയ്ക്കാണ് എൻ്റെ വിഭവങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോ ഇട്ടൊക്കെ വരാം. പനിയൊക്കെ ഉണ്ട്, കൊറോണ എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, വീണ്ടും മുൻകരുതലെടുക്കുക, മാസ്കൊക്കെ വയ്ക്കുക. വീണ്ടും പുതിയ വീഡിയോ ഇട്ട് ബൈ.